മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ജില്ലാ ബഡ്ജറ്റ് ഉൾപ്പെടെ 1094,40,521 രൂപ ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്ത് നടപ്പാക്കുന്നതാണ്. നമ്മുടെ ജില്ലയുടെ പ്രകൃതി സൗന്ദര്യവും ടൂറിസം, ജില്ലാ പഞ്ചായത്ത് വരുമാന വർധനവിനും പ്രാദേശിക പ്രദേശ ഫാം ടൂറിസത്തിന്റെ ഭാഗമായി പെരിങ്ങമല ഫാം ബ്യൂട്ടിഫിക്കേഷന് വേണ്ടി 10 ലക്ഷം രൂപ വകയിരുത്തുന്നു. ആയുർവേദ ടൂറിസം, തിരുവനന്തപുരം ജില്ലയുടെ പാരമ്പര്യവും പ്രകൃതി ഭംഗിയും ഓർത്തിണക്കി ലോകസഞ്ചാരികളെ ആകർഷിക്കുവാൻ സാധിക്കുന്ന ആയുർവേദ ടൂറിസം പദ്ധതിക്ക് ആരംഭിക്കും. വിഴിഞ്ഞം, കോവളം, വർക്കല തുടങ്ങിയ തീരദേശങ്ങളിലും കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച വികസിത മാതൃകയായി മാറ്റാൻ നമുക്ക് സാധിക്കും. ഏർപ്പൊഴുകുന്ന കർഷകനും കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളിയും ക്ലാസ് മുറികളുടെ വിദ്യാർത്ഥിയും ഈ ബഡ്ജറ്റിന്റെ ഗുണഭോക്താക്കളാണ്. പച്ചപ്പുള്ള നാട്, അറിവുള്ള ജനത, സുരക്ഷിതമായ വീട്, ഈ ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. പുഴകളും പാടങ്ങളും കളിക്കളങ്ങളും നിറഞ്ഞ ആരോഗ്യമുള്ള ജനത വസിക്കുന്ന സുരക്ഷിതമായ ജില്ലയിലേക്ക് നമുക്ക് ഒരുമിച്ച് നിൽക്കാം. വിദേശികളും സ്വദേശികളുമായ സഞ്ചാരികൾക്ക് നമ്മുടെ തെങ്ങിൻ തോപ്പുകളും നെൽവയലുകളും സമയം ചെലവഴിക്കാനും കൃഷി, കായിക താരങ്ങളുടെ ഭക്ഷണക്രമം, വ്യായാമ രീതികൾ, പരിക്കുകൾ തടയാനുള്ള മാർഗങ്ങൾ എന്നിവയിൽ വിദഗ്ധ ഉപദേശം നൽകും. ജില്ലാതലത്തിലുള്ള സെലക്ഷൻ ട്രയൽ സ്കൂളുമായി കുട്ടികളെ പ്രാപ്തരാക്കുക എന്നിവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. കേരള സ്പോർട്സ് കൌൺസിലുമായി സഹകരിച്ച് വിവിധ കായിക ഇനങ്ങളിൽ വൈദഗ്ധ്യമുള്ള പരിശീലകരുടെ ഒരു പാനൽ തയ്യാറാക്കുന്നതിനും ഗ്രാമങ്ങളുടെ ഗ്രൗണ്ടുകളിലേക്ക് കോച്ചുമാരെ അയച്ചുകൊണ്ട് ആധുനിക പരിശീലന മുറകൾ നമ്മുടെ കുട്ടികൾക്ക് എത്തിച്ചു നൽകുന്നതിനും ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നു. ഒരു ക്ലബിനോ സ്കൂളിനോ തങ്ങളുടെ കുട്ടികൾക്ക് പ്രത്യേക പരിശീലനം ആവശ്യമുണ്ടെങ്കിൽ കോച്ചിനെ ബുക്ക് ചെയ്യാം. ഒരു കോച്ച് ഒരാഴ്ചയോ 2 ആഴ്ചയോ ഒരു പ്രത്യേക കേന്ദ്രങ്ങളിൽ താമസിച്ച കുട്ടികൾക്ക് തീവ്രമായ പരിശീലനം നൽകുന്നു. പരിശീലനത്തിന് ശേഷം കുട്ടികളുടെ പ്രകടനം വിലയിരുത്താനും സംശയങ്ങൾ തീർക്കുവാനും വീഡിയോ കോൾ വഴി കോച്ചുമാരുമായി സംസാരിക്കാൻ അവസരം നൽകും. ആദ്യഘട്ടത്തിൽ നീന്തൽ പരിശീലനത്തിന് മുൻഗണന നൽകുന്നതാണ്. ഇതിനായി പ്രാഥമിക ഘട്ടത്തിൽ 10 ലക്ഷം രൂപ വകയിരുത്തുന്നു. കളിക്കളം പദ്ധതി നാട്ടിൻപുറത്തെ അന്യം നിന്നു പോകുന്ന മൈതാനങ്ങൾ സംരക്ഷിക്കുന്നതിനും നവീകരിക്കുന്നതിനുമായി ഈ പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നു. നമ്മുടെ കുട്ടികൾ മൊബൈൽ സ്ക്രീനുകളിൽ നിന്ന് മാറി കളിക്കളങ്ങളിലേക്ക് ഇറങ്ങേണ്ടതുണ്ട്. ഇതിനായി ജില്ലയിലെ ഓരോ ഗ്രാമപഞ്ചായത്തിനുള്ള പ്രധാന മൈതാനങ്ങൾ നവീകരിക്കുന്ന കളിക്കളങ്ങൾ പദ്ധതി ജില്ലാ സ്പോർട്സ് കൌൺസിലുമായി ആലോചിച്ച് ഈ സാമ്പത്തിക വർഷം നടപ്പാക്കുന്നതാണ്. കായിക പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന മൈതാനങ്ങൾ പലതും ഉപയോഗിക്കാത്ത കാട് കയറിയ സ്ഥിതിയുണ്ട്. കാട് പിടിച്ചും ഉപയോഗശൂന്യവുമായി കിടക്കുന്ന മൈതാനങ്ങളെ ഈ പദ്ധതിയുടെ വീണ്ടും ഉപയോഗയോഗ്യമാക്കി മാറ്റുന്നതാണ്. ലക്ഷ്യ സ്കോളർഷിപ്പ് പദ്ധതി ദേശീയ സംസ്ഥാന തലങ്ങളിൽ കായിക വിനോദങ്ങളിൽ മെഡൽ നേടുന്ന ജില്ലയിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കായിക താരങ്ങൾക്ക് ഉപരിപഠനത്തിനും പരിശീലനത്തിനുമായി പ്രതിമാസ സാമ്പത്തിക സഹായം നൽകുന്നതിന് ലക്ഷ്യ സ്കോളർഷിപ്പ് പദ്ധതി പ്രഖ്യാപിക്കുന്നു. ഇതിനായി 5 ലക്ഷം രൂപ വകയിരുത്തുന്നു.